ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടപ്പുട്ടാണ്. തട്ടുകടയിൽ കാണുന്ന മുട്ടപ്പുട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത്. ബാക്കി വന്ന പുട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കടുക് ചേർക്കുന്നില്ല. കടുക് ചേർക്കുന്ന ആൾക്കാരുമുണ്ട്, കടുക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. സവാള നന്നായി ചെറുതായി അരിയണം, പൊടിയായിട്ട് അരിയണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്നൊന്ന് വഴറ്റിയെടുക്കാം. ഇത് രാവിലെ ബാക്കി വന്ന പുട്ട് കൊണ്ട് രാത്രി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ടപ്പുട്ടാണിത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. തക്കാളി നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 കുറ്റി പുട്ടിന് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി ഒരു സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയിലെല്ലാം മിക്സാക്കി കൊടുക്കുക, ഒന്ന് ചിക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ മുട്ട ഒന്ന് വെന്ത് വരണം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന പുട്ടിട്ട് കൊടുക്കുക. ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കുറച്ചായി ചേർത്ത് ഇട്ട് കൊടുക്കാം. പുട്ട് കുറച്ച് കുറച്ചായി ചേർക്കണം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് മുട്ട ഇത്ര വേണ്ടെങ്കിൽ 2 മുട്ട 1 മുട്ടയോ ആവാം. 2 കുറ്റി പുട്ടിന് 3 മുട്ട കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കി കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പീസുമായി വരുന്നവരെ ബൈ.